ഹായ് ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഇതിപ്പോൾ എന്തായാലും കേരളയുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്നു, അലോട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഇപ്പോൾ ആ ഒരു പേസിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റും വരുന്നതായിരിക്കും. അലോട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് അഡ്മിഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരിക്കണം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്, അതേപോലെ തന്നെ അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കാം എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നിങ്ങളെ ഒന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. So hi everyone, I'm Dr. Revati Ramesh and welcome to my YouTube channel. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഏകദേശം ഒന്നൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് പോവാം. അതായത് ഇനി നമ്മുടെ ce.kerala.gov.in ആ സൈറ്റിൽ നമ്മുടെ പോർട്ടൽ ഓപ്പൺ ആകും. അതായത് നമ്മുടെ സ്കോർ കാർഡ്, നീറ്റിന് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നില്ലേ, ആ ഒരു സ്കോർ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം സിയുടെ സൈറ്റിലേക്ക്. അപ്പോൾ ആ പോർട്ടൽ ഉടനെ തന്നെ ഓപ്പൺ ആകും. അതിനെ തുടർന്ന് തന്നെയായിരിക്കും പിന്നെ നമ്മുടെ കേരളയുടെ റാങ്ക് ലിസ്റ്റ്, മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്തതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും ഏകദേശം നമ്മുടെ ചൂസ് ചെയ്യാനുള്ള, അതായത് നമുക്ക് ഏതൊക്കെ ചോയ്സസ് ഒക്കെ നമുക്ക് വേണം, ഏതൊക്കെ കോളേജിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള പോർട്ടൽ, അതായത് നമ്മുടെ അലോട്ട്മെന്റിന്റെ ചൂസ് ചെയ്യാനുള്ള പോർട്ടലും അതിനെ തുടർന്ന് തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഓരോ അലോട്ട്മെന്റ് ഓരോ കോളേജസിലേക്കായിട്ട് നമ്മൾ അലോട്ട് ചെയ്യുക. അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ മെയിൻ ആയിട്ട് ഉണ്ടാവണം, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഇതിന് തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഹോൾ ടിക്കറ്റ് ആണ്. നീറ്റിന്റെ ഹോൾ ടിക്കറ്റിന്റെ ഒരു കോപ്പി നമ്മുടെ കയ്യിൽ വേണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്കോർ കാർഡ്, അതായത് നീറ്റിന് നമുക്ക് കിട്ടിയ ആ സ്കോർ കാർഡ്, അതായത് ആ റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന ആ ഒരു പേജ് നമുക്ക് അതേപോലെ തന്നെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് പോകേണ്ടതാണ്. തന്നെ കീമിന്റെയും നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു കോപ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സേഫ് സൈഡ് ആയിരിക്കും. നമ്മൾ അലോട്ടഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ അത് കിട്ടും. അലോട്ട്മെന്റ് മെമ്മോ എന്ന് തന്നെയാണ് പറയുക, കാരണം നമ്മളത് ഫിക്സ്ഡ് ആയിട്ടില്ല. നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി കോളേജിൽ പോയിട്ട് അത് വെരിഫൈ ചെയ്ത് അവർക്കത് സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ മാത്രമാണ് നമുക്കത് അലോട്ടഡ് ആയി പെർമനന്റ്ലി നമുക്ക് കിട്ടുള്ളൂ. സോ അതുവരെ അത് അലോട്ട്മെന്റ് മെമ്മോ ആണ്. അപ്പോൾ ആ അലോട്ട്മെന്റ് മെമ്മോയിന്റെ ഒരു കോപ്പി നമ്മൾ കൊണ്ടുപോകണം. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ നേരത്തെ, അതായത് ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിൽ തന്നെ നമ്മൾ സിയുടെ സൈറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ലേ ഒരു ഡോക്യുമെന്റ്, നേറ്റിവിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ്, അതിൻ്റെ തന്നെ ഒറിജിനൽ കോപ്പി ആയിരിക്കണം നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ടും ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. മറ്റൊരു ഡോക്യുമെന്റ് ആണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്. അതും നമ്മൾ എന്താണോ നമ്മുടെ സിയുടെ സൈറ്റിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരുന്നത് അത് തന്നെ ആയിരിക്കണം നമ്മൾ ഇവിടെ ഇനി പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് 10th 12th മാർക്ക് ലിസ്റ്റ്, ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വാങ്ങിച്ചു വെക്കണം. പിന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അത് നമുക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടും. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, അതൊരു വെറും 6 മാസത്തിന്റെ വാലിഡിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വീണ്ടും പോയി ഒന്ന് വീണ്ടും നിങ്ങളുടെ സ്കൂളിൽ നിന്ന് തന്നെ അത് കിട്ടുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കാനുള്ളതാണ്. നമ്മുടെ TC, അതും നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് മറ്റെവിടെന്നെങ്കിലും നിങ്ങൾ വരികയാണെങ്കിൽ ആ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നതെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ എടുത്തു വെക്കാം, കാരണം ആ ഒരു ടൈം ആയി കഴിയുമ്പോഴത്തേനും കുറേ അധികം റഷ് ആയിരിക്കും. പിന്നെ നമുക്ക് കിട്ടണം എന്നില്ല, അതിന് ഡിലേ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെറുതെ ടെൻഷൻ ആവും അല്ലേ. അപ്പോൾ അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പോഴേ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എല്ലാ കോഴ്സസിനും ആപ്ലിക്കബിൾ ആണ്. അതായത് എഞ്ചിനീയറിംഗ് മുതൽ മെഡിക്കൽ, അലൈഡ് കോഴ്സസ്, ഫോറസ്ട്രി, അഗ്രികൾച്ചർ, ഇങ്ങനെ എന്ത് കോഴ്സ് നിങ്ങൾ പോയാലും ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അത്യാവശ്യം തന്നെയാണ്. സോ അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് ഫോർമാറ്റ് കിട്ടുക? അതിൻ്റെ ഫോർമാറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിൽ, അതായത് സിയുടെ പ്രോസ്പെക്ടസിൽ തന്നെ അവൈലബിൾ ആണ്. ഒരു പേജ് നമ്പർ 167 നമുക്ക് 2 അനക്ഷേഴ്സ് കാണാൻ പറ്റും. അതിനകത്ത് ഫസ്റ്റ് വൺ നമുക്ക് കാണുന്നത് ഫോറസ്ട്രിക്ക് ഉള്ളതാണ്. BSc ഫോറസ്ട്രിക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് അതായിരിക്കും. അതല്ല നിങ്ങൾ എഞ്ചിനീയറിങ്ങോ മെഡിക്കലോ അലൈഡ് കോഴ്സസിനൊക്കെയാണ് പോകുന്നതെങ്കിൽ അതിനകത്ത് 2ാമത്തെ അനക്ഷറിലായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു ഫോർമാറ്റ് കാണാൻ പറ്റുമെങ്കിൽ അതൊന്ന് പോയി പ്രിന്റ് എടുത്തിട്ട് അത് നമ്മളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. പ്രിന്റ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസിലും നമുക്ക് പ്രിന്ററും കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഓൺ എ സേഫർ സൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളത് പ്രിന്റ് എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനി ഏത് ഡോക്ടറിൻ്റെ അടുത്ത് നിന്നാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടത്? ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ താലൂക്ക് ഹോസ്പിറ്റലിലെയോ അസിസ്റ്റന്റ് സർജനോ അതിൽ മുകളിൽ റാങ്കുള്ള ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ അടുത്ത്
നിന്ന് വേണം നമുക്കിത് സർട്ടിഫിക്കറ്റ് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഹൈറ്റ്, വെയിറ്റ്, BMI നമ്മൾ നോക്കും. പിന്നെ അതേപോലെ വിഷൻ്റെ നോക്കും. അങ്ങനെ വേറെ എന്തെങ്കിലും മറ്റ് എയിൽമെൻറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ, അങ്ങനത്തെ കുറേ ക്രൈറ്റീരിയാസ് മാത്രമാണ് നോക്കുന്നുള്ളൂ. എന്നിട്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മളിത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങിക്കുക. അപ്പോൾ അതിനൊരു ബേസിക് ഫീ ആയിട്ട് നമുക്ക് വലിയൊരു 100 രൂപ വല്ലതും കൊടുക്കേണ്ട വരുമായിരിക്കും. ആ ഒരു രീതിയിലൊക്കെയാണ് ഉള്ളൂ അത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ എടുത്ത് വെക്കാവുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ അത് കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അല്ല. നമ്മൾ കുഞ്ഞിലെ മുതലേ കുറച്ച് വാക്സിൻസ് നമ്മൾ എടുക്കാറില്ലേ, അതായത് MMRന്റെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഈ 3 വാക്സിൻസ് നിങ്ങൾ എടുത്തു എന്ന് പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുറേയധികം കുട്ടികളുടെ ഈ MMRന്റെ ഒന്നും ഉണ്ടാവില്ല. പണ്ട് അതായത് നമ്മൾ ചെറുപ്പത്തിലേ എടുക്കുന്നവരാണല്ലോ, അപ്പോൾ അത് കാർഡ് സൂക്ഷിച്ച് വെക്കാറില്ല കുറേ പേര്, അത് മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അതോർത്ത് ടെൻഷൻ വേണ്ട. അത് ഏതെങ്കിലും ഒരു ഡോക്ടർ, രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ അവരുടെ ലെറ്റർ പാഡിലൊന്ന് എഴുതി വാങ്ങിച്ചാൽ മതി, ഇന്നൊരു വാക്സിനേഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ ബാക്കിയുള്ള വാക്സിൻസ് നിങ്ങൾ എടുത്തിട്ടില്ല, എടുക്കാൻ പറ്റിയില്ല എന്നാണെങ്കിലും അതിനും ടെൻഷൻ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ കോളേജിലെ അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരോട് സംസാരിച്ചാൽ മതി, ഇങ്ങനെ എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇത് മിസ്സിങ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും അവർ ഡയറക്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ ദ സേഫർ സൈഡ് നിങ്ങൾക്ക് ഇപ്പോൾ ടൈമുണ്ട്, ഈ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അത് എടുത്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് യൂസ്ഫുള്ളും ആണ്. പിന്നെ നമ്മൾ കൊണ്ടുപോകേണ്ട മറ്റൊരു ഇതാണ് ID പ്രൂഫ്. ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആധാർ കാർഡ് ആകാം, അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, അതല്ലെങ്കിൽ നമ്മുടെ പാസ്പോർട്ടോ ഇന്ന കോപ്പീസിൻ്റെ ഇതിൻ്റെയൊക്കെ ഒറിജിനലും കൈ കൊണ്ടുപോവുക. അതേപോലെ തന്നെ കോപ്പീസും ആവശ്യത്തിനനുസരിച്ച് കയ്യിലെടുക്കുക. പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ കാര്യം പറയുമ്പോൾ ഇനി പേരും ഡേറ്റും ഒക്കെ വേണോ എന്ന് ചോദിക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മുടെ ആ ഫോമിലൊക്കെ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് പേരും ഡേറ്റും ഉൾപ്പെടെ ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതില്ലാതെ ആണെങ്കിലും അങ്ങനെ, അത് നിങ്ങളുടെ ചോയ്സാണ്. ഇനിയുള്ളതാണ് നമ്മുടെ നോൺ ക്രീമി ലെയറിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ EWS, അല്ലെങ്കിൽ SC/ST കാറ്റഗറി പെടുന്നവരുടെ പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ റെഡിയാക്കി വെക്കണം. പിന്നെ NRI സർട്ടിഫിക്കറ്റ്, NRI സ്റ്റുഡൻ്റ് ആണ് നിങ്ങൾ, അങ്ങനെയാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അങ്ങനെ. അതല്ലെങ്കിൽ ഇനി മറ്റ് സ്പെഷ്യൽ റിസർവേഷൻ, ഇപ്പോൾ അതായത് എക്സ് സർവീസ് മെൻ, സെർവിങ് പേഴ്സണൽസ്, അവർക്കൊക്കെ സ്പെഷ്യൽ കോട്ടാസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ DA കാറ്റഗറി, അങ്ങനെ കുറേ അധികം കോട്ടാസൊക്കെ ആ രീതിയിലും കയറി പോകാറുണ്ട്. അപ്പോൾ ഏത് കോട്ടയിലാണോ നിങ്ങൾ കയറിപ്പോയത് അതിനെ പ്രൂവ് ചെയ്യുന്ന നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിപ്പോൾ നിലവിൽ റെലവൻസ് ഇല്ല, അത് അലോട്ട്മെൻ്റ് ഒക്കെ വന്നതിന് ശേഷം ഏത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിനനുസരിച്ചാണ് പിന്നെ അങ്ങോട്ട് ഈ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അതായത് ബോണ്ട് അസോസിയേഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ ആൻറ്റി റാഗിങ് സർട്ടിഫിക്കറ്റ്. ഈ ആൻറ്റി റാഗിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മളായിട്ട് ചെയ്യേണ്ടത് ഓൺലൈനാണ്. ഓൺലൈനിലായിട്ട് ഒരു ലിങ്ക് ഓപ്പൺ ആയി വരും, നിങ്ങളുടെ പേരും ഇന്ന കോളേജിലേക്ക് നിങ്ങൾ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്, ഇന്ന യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ളതാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ആൻറ്റി റാഗിങ് ഒരു ബോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഗ്രി ചെയ്ത് കൊടുത്ത് ഒരു ലിങ്ക് നിങ്ങൾക്ക് അത് ഓപ്പൺ ആയി വരും. അത് പക്ഷേ നമ്മുടെ അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട്, അലോട്ട്മെന്റ് ലിസ്റ്റ് ഒക്കെ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ ഒരു കോളേജ് അലോട്ടഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത്. അതേപോലെ തന്നെയാണ് ബോണ്ട് സർട്ടിഫിക്കറ്റും. ഈ MBBS അതേപോലെ BDS കോഴ്സസിലൊക്കെ നമുക്ക് ബോണ്ട് ഉണ്ട്. അതായത് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇട്ടിട്ട് പോരാൻ പറ്റില്ല. അതായത് 5.5 വർഷം നിങ്ങൾ അവിടെ പഠിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ മറ്റൊരു കുട്ടിക്ക് കിട്ടേണ്ട ഒരു സീറ്റാണല്ലോ നമ്മൾ കളയുന്നത്. അപ്പോൾ അതങ്ങനെ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു ബോണ്ട് നമ്മൾ കീപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ MBBSനാണെങ്കിൽ 10 ലക്ഷത്തിൻ്റെ ബോണ്ടാണത്. അതേപോലെ BDSന് ഒരു 5 ലക്ഷത്തിൻ്റെ ബോണ്ട് വരും. അതായത് നമ്മളത് ഇട്ടിട്ട് ഇടയ്ക്ക് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ എമൗണ്ട് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടി വരും. ആ ഒരു രീതിയിലൊരു ബോണ്ട് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ആ ബോണ്ടിനും നമ്മൾ ഉണ്ടാക്കേണ്ടത് ഒരു സ്റ്റാമ്പ് പേപ്പറിലാണ്. അപ്പോൾ പണ്ടത്തെ പോലത്തെ സ്റ്റാമ്പ് പേപ്പറൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഈ സ്റ്റാമ്പ് പേപ്പറാണ് ഇത്. നമുക്ക് തൊട്ടടുത്തുള്ള നമ്മുടെ ആധാർ എഴുത്ത് ഓഫീസിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ഈ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ വാങ്ങിക്കണം. 200 രൂപ വില വരുന്ന ഒരു ഈ സ്റ്റാമ്പ് പേപ്പർ നമ്മൾ വാങ്ങിക്കണം. എന്നിട്ട് ഏത് കോളേജിലാണോ നമുക്ക് അലോട്ട്മെന്റ് കിട്ടുന്നത് ആ കോളേജിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത് കൊണ്ടുപോവുക ചെയ്യേണ്ടത്. പ്ലെയിൻ ആയിട്ട് നമ്മൾ കൊണ്ടുപോവുക, അതാണ് എളുപ്പം. എന്നിട്ട് ആ കോളേജിൻ്റെ അകത്ത് നമുക്ക് അതിനകത്ത് എഴുതാനുള്ള മാറ്റർ അവർ തരും. കാരണം ഇത് ഓരോരോ കോളേജിന് ചിലവർക്ക് നമ്മുടെ പ്രോസ്പെക്ടസിലുള്ള ബോണ്ട് പോരാ എന്ന് പറയുന്നവരുണ്ട്.
ആ ഒരു വേർഡിങ് ആ ഒരു ഫോർമാറ്റ് പോരാ, അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു ഫോർമാറ്റ് തരും. അപ്പോൾ എന്തായാലും കണ്ടന്റ് സെയിം തന്നെ ആയിരിക്കും, പക്ഷെ ഫോർമാറ്റിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ അത് ഓരോ കോളേജിന് ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഇത് എഴുതി കൊണ്ടുപോകുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കുക, എന്നിട്ട് അത് ആസ് സച്ച് നമ്മൾ എന്ത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുന്നത് അവിടെ കോളേജിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നമ്മളെ ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അത് പ്രിന്റ് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് പോയാൽ മതി. പക്ഷെ ഇതൊന്നും ഇപ്പം ആപ്ലിക്കബിൾ അല്ല, ഇതിപ്പോൾ ചെയ്യാനും നിൽക്കേണ്ട. അതൊരു ഫസ്റ്റ് അലോട്ട്മെന്റിലും ചെയ്യേണ്ട എന്ന് ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് വേറെ ഹയർ ചോയ്സസിലേക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ കോളേജ് മാറി. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് പാർട്ടി സെക്കൻഡ് പാർട്ടി ആയിട്ട് എഴുതാം. ഫസ്റ്റ് പാർട്ടി നമ്മളാണ്, ആ സ്റ്റുഡൻറ്റ് ആരാണോ ആ സ്റ്റുഡൻ്റ് ആണ് ഫസ്റ്റ് പാർട്ടി. സെക്കൻഡ് പാർട്ടി എന്ന് വെച്ചാൽ ഏത് കോളേജിലേക്കാണോ നമ്മൾ പോകണത് അതാണ് സെക്കൻഡ് പാർട്ടി. അപ്പോൾ അത് ഡിഫറൻസ് വരും നമ്മളിപ്പോൾ അലോട്ട്മെന്റ് വൈസ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അത് ഇപ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഏറ്റവും അവസാനം ഇതിനൊക്കെ ടൈമുണ്ട്. ഇതിനൊന്നും ഡിലേ ആയാലും അത് അത്ര വലിയൊരു കുഴപ്പമുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഇതൊക്കെ ടൈം എടുത്ത് ചെയ്താൽ മതി. റഷ് ചെയ്ത് പോകേണ്ട ആവശ്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മറ്റ് ഒരു ഡൗട്ട് കുറേ പേർക്കുള്ളതാണ് ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഈ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം നിലവിൽ നമുക്ക് ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അലോട്ട്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അത് ചിലപ്പോൾ ഓരോ കോളേജ് വൈസ് ഡിപ്പെൻഡ് ചെയ്യും. അത് അവർക്കത് വേണം എന്ന് പറയുമ്പോൾ മാത്രം നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമാണ്. ഈ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ് എന്താണ് അപ്പോൾ ആക്ച്വലി? അതും ഇതേപോലെ ഒരു നോൺ ജുഡീഷ്യറി ആയിട്ടുള്ള ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്ത് നമ്മളത് ഒരു നോട്ടറിനെ കൊണ്ട്, പബ്ലിക് നോട്ടറിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് വാങ്ങിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ബേസിക്കലി ഇത്. അപ്പോൾ ഇത് ഏതെങ്കിലും കോളേജൊക്കെ ആവശ്യപ്പെട്ട ഇത് ആർക്കൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ 12th കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ 2023 നിങ്ങളുടെ 12th കഴിഞ്ഞു, നിങ്ങളൊരു 2 വർഷം ഡ്രോപ്പ് ഇയർ എടുത്തു, നിങ്ങൾ 25ലാണ് ഇപ്പം ഈ നീറ്റ് എഴുതിയത്, അതിൻ്റെ ഇതിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ആവുന്നത്. അപ്പോൾ ഈ 2 വർഷം ആ ഒരു ഗ്യാപ്പ് പീരീഡിൽ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ ഗ്യാപ്പ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു കേസസിലോ അല്ലെങ്കിൽ ഡ്രഗ്സോ അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇൻവോൾവ്മെന്റ് ഇല്ല, നിങ്ങൾ ഇന്ന സമയം മുതൽ ഇന്നൊരു സമയം ടൈം പീരീഡ് വരെ നിങ്ങൾ പഠിക്കുകയായിരുന്നു, ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു, കോച്ചിങ് ആയിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതിന് നമ്മൾ നോൺ ജുഡീഷ്യറി ആയിട്ടുള്ള ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കണം. അത് കോർട്ടിൽ നിന്നൊക്കെ കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ട് പിന്നെ ഒരു നോട്ടറി പബ്ലിക്, നമുക്ക് ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റ്, വർക്കിംഗ് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നിന്ന് ഇത് വെരിഫൈ ചെയ്തിട്ട് അവരുടെ പ്രസൻസിൽ നമ്മളിത് സൈൻ ചെയ്ത് നമ്മൾ വാങ്ങിക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം ആക്ച്വലി. അപ്പോൾ ഇത് ഇപ്പം നിലവിൽ എടുത്ത് വെക്കണോ എന്ന് ചോദിച്ചാൽ ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. കാരണം അത് ഓരോ കോളേജിനെ ഡിപ്പെൻഡ് ചെയ്യും. ചില കോളേജസിൽ ഇതൊന്നും വേണ്ടാതെ നമുക്ക് കയറിപ്പോവാം, അതല്ല മറ്റു ചില കോളേജസിൽ മാത്രമാണ് ഇത് വേണ്ടത്. കോളേജസിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് നമ്മുടെ ഈ സ്റ്റാമ്പ് പേപ്പറിൽ വ്യത്യാസം വരിക. അതിപ്പോൾ 10 രൂപയുടെ മതി എന്ന് പറയുന്ന ചില കോളേജസ് ഉണ്ട്, 100 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ വേണം എന്ന് പറയും ചിലവർ. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യും, അതനുസരിച്ച് വേണം നമ്മളത് മുന്നോട്ട് ചെയ്യാൻ. അപ്പോൾ അത് ഇപ്പോൾ എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കത് ആ ഒരു കോളേജിന്റെ റിക്വയർമെന്റ് ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം അത് അപ്പം ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, സീ യു സൂൺ.